ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ സർക്കാർ നിലപാട് എന്താണ് എന്നുള്ളത് സർക്കാർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ നമുക്ക് കേസിന്റെ സ്വഭാവം അറിയാം, എന്താണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പരാതിക്കാർ ഉന്നയിച്ചത് എന്നുള്ളത് അറിയാം. അതുതന്നെ, അതായത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള ലൈംഗിക ചൂഷണം തന്നെയാണ് നടന്നിട്ടുള്ളത്. ലൈംഗികതയ്ക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് നടന്നിട്ടുള്ളത്. അത് കൃത്യമായി പൊതുസമൂഹം അറിഞ്ഞതാണ്, സർക്കാർ അറിഞ്ഞതാണ്. പിന്നെയും എന്തിനാണ് ഈ പൂഴ്ത്തിവയ്പ് എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി ഇന്നും ചോദിച്ചത്. തുടർ നടപടി എന്ത് സ്വീകരിക്കുമെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സർക്കാർ നിലപാട് താങ്കൾ എങ്ങനെ കാണുന്നു? നിലപാടിനെ Sky is full of mystery with the twinkling stars and the beautiful moon. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യത്തെ വാചകം. ഈ കമ്മീഷൻസ് ആൻഡ് എൻക്വയറീസിനെ നിയമിക്കുന്നത് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 സെക്ഷൻ 3 അനുസരിച്ച്. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊരു ഗവൺമെന്റ്, അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും, രണ്ട് ഓപ്ഷനാണ് ഗവൺമെന്റിന്റെ മുന്നിലുള്ളത്. ഒന്നുകിൽ ആ റിപ്പോർട്ട് പരിപൂർണമായിട്ട് തള്ളിക്കളയാം, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പരിപൂർണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോകാം. ഇവിടെ നേരത്തെ സംസാരിച്ചതുപോലെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പോലീസിന് സിയോമോട്ട് ഒരു കേസെടുക്കാൻ പറ്റില്ല. കാര്യം പോലീസിന്റെ കയ്യിൽ റിപ്പോർട്ടില്ല. റിപ്പോർട്ടുള്ളത് ഗവൺമെന്റ് കയ്യിലാണ്. അപ്പൊ ഗവൺമെന്റിന് ചെയ്യാവുന്നത് പോലീസിന് മെസ്സേജ് കൊടുക്കുക, ഇതുമായി ബന്ധപ്പെട്ടൊരു കേസെടുക്കുക. രണ്ട് രീതിയിലാണ് കേസെടുക്കുന്നത്. ഒന്ന് സിയോമോട്ടോ കേസെടുക്കുക, മറ്റൊന്നൊരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക. അപ്പൊ ഗവൺമെന്റ് ഡിഫാക്ടോ കംപ്ലൈന്റ് ആയിട്ട് വരികയും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ നിയമപരമായ പ്രശ്നം, ഈ കേസിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കംപ്ലൈന്റ് വേണം. അതുപോലെ തന്നെ ക്രിമിനൽ കേസ് ആകുമ്പോൾ അതിനകത്ത് അക്യൂസ്ഡ് വേണം, പ്രതി വേണം. ഇവിടെ നമ്മളൊക്കെ ചർച്ച ചെയ്തതുപോലെ ഈ കേസിനകത്ത് കംപ്ലൈന്റിന്റെ ആരായിട്ട് വരും എന്നുള്ളതാണ് പ്രശ്നം. ഗവൺമെന്റ് ഡിഫാക്ടോ കംപ്ലൈന്റ് ആയിട്ട് കേസെടുക്കും. അപ്പോൾ കേസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാക്ഷിമൊഴികൾ വേണം, പ്രതിസ്ഥാനത്ത് ആള് വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കും കൃത്യമായിട്ട് ആരുടെയും പേര് ഇതിനകത്ത് വ്യക്തമായിട്ട് ഇന്നാരാണ് ഈ കേസിലെ പ്രതികൾ. കുറച്ച് നടന്മാര് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, പുരുഷന്മാർക്കെതിരെ വരെ പീഡനം ഉണ്ടായി എന്ന് വരെ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ മുന്നിലുള്ള നിയമപരമായ പ്രശ്നം, ഗവൺമെന്റ് എടുത്തിയാടി ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിനോട് പറഞ്ഞാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. പക്ഷെ ആ കേസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റ് നിരവധി പ്രൊസീഡിങ്സ് ഉണ്ട്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട ഈ മൊഴി കൊടുത്തിരിക്കുന്ന സ്ത്രീകൾ മുന്നോട്ട് വന്ന് ഈ അന്വേഷണ കമ്മീഷന്റെ മുന്നാകെ അല്ലെങ്കിൽ പോലീസിന്റെ മുന്നാകെ പേര് ഡിസ്ക്ലോസ് ചെയ്ത് വെളിപ്പെടുത്ത കൊടുക്കാൻ അവർ തയ്യാറാണ്. ഒന്നത്, അങ്ങനെ സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് വേണം കോടതിയിൽ കേസ് ചാർജ് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു, ഈ സ്ത്രീകളോ പുരുഷന്മാരോ ആരും ആയിക്കോട്ടെ, പുരുഷന്മാരും പീഡനത്തിന് വിധേയമായിട്ടുണ്ട്, ഇവരാരും തയ്യാറാകുന്നില്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇത് റഫർ ചാർജ് എഴുതി കളയേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശ്രീ ബൽദേവ്, ഇവര് തയ്യാറാകില്ല, മൊഴിയിൽ ഉറച്ചു നിൽക്കില്ല എന്നൊക്കെയുള്ള ഒരു മുൻവിധിയോട് കൂടിയാണോ സർക്കാർ ഇത്തരത്തിലുള്ള കേസുകളുടെ, സർക്കാരാണല്ലോ ഈ സാധാരണ ഇത്തരം ക്രിമിനൽ കേസുകൾ വാദിയായി നിൽക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റിന്റെ റോള് എന്താണെന്നുള്ളത് സ്റ്റേറ്റിന് അറിയില്ലേ? അവിടെ എന്തിനാണ് ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ എന്നൊക്കെയുള്ള സംശയം പ്രകടിപ്പിക്കുന്നത്? ഞാൻ പറയട്ടെ രോഹിണി, ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറയാനല്ലേ ഇരിക്കുന്നത്. രോഹിണി എന്നെ ഇന്റർവ്യൂ സംസാരിക്കുന്നതിന് ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എക്സിബിറ്റ് A3 ആയിട്ട് ഒരെണ്ണം ഫയൽ ചെയ്തിട്ടുണ്ട്. ആ എക്സിബിറ്റ് A3 ആയിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യമായിട്ട് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് സഹകരിച്ചു പോകാൻ സിനിമാ മേഖലയിലുള്ളവർ തയ്യാറാകണമെന്ന് പറഞ്ഞു. ഒരാളും റെസ്പോണ്ട് ചെയ്തില്ല. അത് ചാപ്റ്റർ 13 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചാപ്റ്റർ 14 പലരെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, ഒരാളും റെസ്പോണ്ട് ചെയ്തില്ല. ചാപ്റ്റർ 15 പലർക്ക് നോട്ടീസ് അയച്ചായിട്ട് പറയുന്നുണ്ട്, ഒരാൾ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഈ മേഖലയിലുള്ള ഒരാൾ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടാനോ ഇതിനു വേണ്ടുന്ന അനുഭവങ്ങൾ പങ്കുവെക്കാനോ തയ്യാറായില്ല. ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച വക്കീൽ പറഞ്ഞതുപോലെ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ എപ്പോഴും അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. അത് കോടതി നടപടികളാണ്. പോക്സോ പോലുള്ള കേസുകൾ, പീഡന കേസുകളൊക്കെ വരുമ്പോൾ മറ്റാരും കേൾക്കാതിരിക്കാനായിട്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വരും. പക്ഷെ അവിടെ നേരിട്ട് പുറത്ത് കാണുന്നില്ലെങ്കിൽ പോലും ഇതെല്ലാം പുറത്ത് വരും. നമുക്കറിയാം, സിനിമാ നടിയുടെ സംഭവം നമുക്കറിയാം, അതെല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. പക്ഷേ ആ സിനിമാ നടിയെ വിസ്തരിക്കുന്ന വാചകങ്ങൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പ്രതിഭാഭാഷകന് കിട്ടും. ഇത് ശരിക്കും ഒരു രഹസ്യ ഡോക്യുമെന്റ് അല്ല ഇതൊന്നും. ഇത് കോടതിയിൽ താൽക്കാലികമായിട്ട് വാദിക്കും പ്രതിക്കുമാണ് നൽകുന്നെങ്കിൽ പോലും പ്രതിയുടെ തന്നെ ഇത് പുറത്തു പോകാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലേക്ക് വന്ന, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വന്ന ആ സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്ന വിചാരണകൾ, നിങ്ങളുടെ ചാനലുകൾ തന്നെ അവിടെ പറയുന്ന വാചകങ്ങൾ തന്നെ ഓരോ മാധ്യമങ്ങളും പിറ്റേന്ന് പത്രങ്ങളിൽ വരികയാണ്.
അത് ഭയന്ന് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഓരോ ചാപ്റ്ററുകളായിട്ട് എണ്ണി ചാപ്റ്റർ 35 മുതൽ ചാപ്റ്റർ 40 വരെ അത് വായിച്ചിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ചാപ്റ്റർ 36 പറയുന്നതാണെന്ന് അറിയോ? ദ വിറ്റ്നസ് ഹു അപ്പിയർഡ് ബിഫോർ us were assured of the confidentiality which would be maintained by committee in relation to their statements. ഈ കമ്മിറ്റി അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ഒരിക്കലും അവരെ കുറിച്ച് യാതൊന്നും പുറത്തു പറയത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ചില പെൺകുട്ടികൾ മൊഴികൾ തരാൻ തയ്യാറായത്. ഇത് ചാപ്റ്റർ 37-ലും 38-ലും 40-ലും എല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ല, ഒരു സംശയം കൊണ്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബലാത്സംഗ കേസുകളിലും അല്ലെങ്കിൽ സ്ത്രീകൾ ഇരയാക്കപ്പെടുന്ന കേസുകളിലുമൊക്കെ അവരുടെ സ്വകാര്യത 100% സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണല്ലോ കോടതി പ്രൊസീഡിങ്സ് മുന്നോട്ട് പോകുന്നത്. പ്രതിക്കും കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് ഇത് പുറം ലോകം അറിയും, എങ്ങനെയെങ്കിലും ലീക്കാവും, മാധ്യമങ്ങൾ ഇത് പുറത്തെത്തിക്കും എന്നൊക്കെ പറയുന്നത് തികച്ചും ബാലിശമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെ നിയമവാഴ്ച നടത്താനാകും? ഒരു ബലാത്സംഗം നടന്നു, 80-ലേറെ പേർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കഥകൾ ഉണ്ടായിട്ടുണ്ട്, കേസുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തിയത് എങ്ങനെയാണ്? ഇത് പുറത്തു പോകും എന്നുള്ള അറിവോടുകൂടി രഹസ്യമായി വെക്കരുതായിരുന്നോ അന്ന് സർക്കാരിന്? എന്തിനാ? എന്റെ അറിവിൽ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ കേസ് നടപടിയെടുത്തില്ലേ? അത് ഒരു കമ്മീഷനാണ്. അവർക്ക് ഞാനൊന്ന് പറയട്ടെ രോഹിണി, ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. രോഹിണി ബാക്കി ആരും സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂ ആയിരിക്കും വേറെ എന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ ഞാനൊക്കെ ചർച്ച ചെയ്യുന്നു. തുടരാം. ഞാൻ ചില രോഹിണി പറഞ്ഞ ഇത് രണ്ടും രണ്ടാണ്. ഒരു ബലാത്സംഗ കേസിൽ ശരിയാണ്, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. പക്ഷേ ഈ സംഭവം നടന്നു കഴിയുമ്പോൾ പത്രത്തിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വാർത്ത വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ഈ കേസിലേക്ക് നയിച്ച, നമ്മൾ ആരും പേര് പറയാൻ ആഗ്രഹിക്കാത്ത, എല്ലാവർക്കും അറിയാവുന്ന ആ സിനിമാ നടിയുടെ പേര് കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. അത് പരസ്യമായ കാര്യമാണ്. അവിടെ നടക്കുന്ന വിചാരണകൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം പരസ്യമാണ്, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. പക്ഷെ ഇതെല്ലാം പുറത്തു വരുന്നു. അതുപോലെയല്ല ഈ കേസ്. അവിടെ റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ പല സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പിറ്റേന്ന് പത്രവാർത്ത സഹിതം വരും. നമുക്കറിയാം വാളയാർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും അറിയാം. പക്ഷെ ഈ സിനിമയിൽ ഈ മൊഴി കൊടുത്തിരിക്കുന്ന പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ ആരാണെന്ന് എനിക്കോ രോഹിണിക്കോ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വിജയ് തമ്പി സാറിനോ ശ്രീജിത്ത് പണിക്കർക്കോ ആർക്കെങ്കിലും അറിയാവോ? നമുക്കാർക്കും അറിയില്ല. അവർ വളരെ കോൺഫിഡൻഷ്യലായിട്ട്, മറ്റേ നമ്മൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്, വിക്ടിമിന്റെ പേര് പറയുന്ന നിയമത്തിലുള്ളതുകൊണ്ട് പേര് പറയാറില്ല. പക്ഷെ പറയാറില്ലെങ്കിലും ഈ കേരളത്തിലല്ല ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ സംഭവം അറിയാം. നമുക്കറിയാം, ജമ്മു കാശ്മീർ നടന്ന സംഭവം പോലെ കന്യാകുമാരി നടക്കുന്ന എല്ലാ സംഭവങ്ങളിലും, റേപ്പ് കേസിലും മറ്റു കേസുകളിലും എല്ലാത്തിലും നമുക്ക് ഈ വിക്ടിമിനെ, ഇപ്പൊ നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നല്ലോ പശ്ചിമ ബംഗാൾ നടന്നത്, എല്ലാവർക്കും അറിയാം ഏത് പെൺകുട്ടിയാണെന്നത്. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനല്ല. ഈ മൊഴി കൊടുത്തിരിക്കുന്ന പെൺകുട്ടികൾ ആരാണെന്ന് അവരുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും ഈ റിപ്പോർട്ടിൽ പോലും പറയുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ചാപ്റ്റർ 36, 37, 38, 40 നല്ലതുപോലെ വായിച്ചു നോക്കൂ. അതിനകത്തൊന്നും അവരുടെ പേര് പറയരുത്. പക്ഷെ കമ്മീഷന്റെ കാഴ്ചപ്പാടെന്തായിരുന്നു? നിങ്ങളുടെ പേരല്ല പ്രശ്നം, നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിലെ ഫാക്ട്സ് ആണ് പ്രശ്നം. ആ ഫാക്ട്സ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അത് ഇതിന്റെ ഒരു വശം. ഞാൻ ഇതോടെ പറഞ്ഞോട്ടെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് കേസെടുക്കുന്നതിന് ഗവൺമെന്റ് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഗവൺമെന്റ് വെറുതെ ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ ശക്തമായിട്ട് ഒരു ഹൈക്കോടതിയുടെ വനിതാ ജഡ്ജിയുടെ മുന്നിൽ പോലും മൊഴി കൊടുക്കാൻ മടിച്ച സ്ത്രീകൾ അവർ മുന്നോട്ട് വരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷേ അവർ വരാനുള്ള സാധ്യതയുണ്ടോ? ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്, ഒരു വനിതാ ജഡ്ജിയാണ്, വേറെ ആരുമില്ല. അവരുടെ റൂമിലിരുന്ന് സ്വകാര്യമായിട്ട് ആരും അറിയാതെ പോലും മൊഴി കൊടുക്കാൻ മടിക്കുകയും ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് മൊഴി കൊടുക്കുകയും, ഭയപ്പാടോടുകൂടിയാണ് നിർബന്ധത്തിന് വഴങ്ങിയെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം സ്വമേധയാ തന്നെയാണ് അവർ വന്നത്. അത് മാത്രമല്ല, ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഈ 5 ദിവസത്തിനുള്ളിൽ നടന്ന സർക്കാരിന്റെ നിലപാടുകൾ തന്നെ ഇനി ആര് ധൈര്യസമേതം മുന്നോട്ട് വരും? കഴുകന്മാർക്ക് കൈത്താങ്ങാകുന്ന രീതിയിൽ തന്നെയല്ലേ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത്. ആ ചാപ്റ്റർ 13, 14, 15 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരാൾ പോലും മുന്നോട്ട് വന്നില്ലായിരുന്നു. ആ റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ശരി.